പ്രിയപ്പെട്ടവരെ, ഏപ്രിൽ 29 ബുധനാഴ്ച വൈകുന്നേരം 3 മണിക്കാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തത്. വൈകുന്നേരം 7 മണിക്ക് ഇത് നിങ്ങളിലേക്ക് എത്തും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് പ്രത്യേകമായിട്ട് പറഞ്ഞതെന്താ വെച്ചാൽ, ഇന്ന് വൈകുന്നേരം ഈ നാടിനെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് എക്സിറ്റ് പോൾ സൂചനകൾ പുറത്തു വരും. മിക്കവാറും പത്രങ്ങളിലും TV ചാനലുകളിലൊക്കെ എക്സിറ്റ് പോൾ ഫലം പുറത്തു വന്നു എന്നായിരിക്കും എഴുതി കാണിക്കുക. അത് തികച്ച തെറ്റാണ്. എക്സിറ്റ് പോളിൽ ഫലമല്ല പുറത്തു വരുന്നത്, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചുള്ള സൂചനകളാണ്. നമ്മുടെ മാപ്രകൾക്ക് മിക്കവർക്കും ഫലവും സൂചനയും തമ്മിലുള്ള വ്യത്യാസം ഇതുവരെ മനസ്സിലായിട്ടില്ല, ഇനി മനസ്സിലാകുകയില്ല. ഈ പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ, ഈ സൂചനകൾ എന്ത് തന്നെയാണെങ്കിലും വോട്ടെണ്ണി തീർന്നതിന് ശേഷമേ ഫലം ഇന്നതാണ് എന്ന് പറയാൻ പറ്റുള്ളൂ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഫലപ്രവചനത്തിന് പ്രത്യേകിച്ച് ഒരു പ്രസക്തിയുമില്ല. കാരണം കേരളത്തിൽ അതിഭയങ്കരമായ ഇടതുപക്ഷ വിരുദ്ധ വികാരമാണ്. ഒന്നുകൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ, പിണറായി വിരുദ്ധ വികാരമാണ് കേരളത്തിലെ മിക്കവാറും വോട്ടർമാരുടെയും മനസ്സിലുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഗുണഭോക്താവായിട്ട് മാറാൻ പോകുന്ന UDF ആണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോൾ ഇത് UDF വികാരം, UDF തരംഗം എന്നൊക്കെ എഴുതി വരും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. സംശയമുള്ളവർ മെയ് 5-ാം തീയതിയിലെ പേപ്പർ നോക്കിയാൽ മതി. മെയ് 5-ാം തീയതി മാതൃഭൂമിയിലും മനോരമയിലും കേരളകൗമുദിയിലും ദേശാഭിമാനി ഒഴികെ ബാക്കി എല്ലാ പത്രത്തിലും UDF തരംഗം സതീശൻ നയിച്ചു എന്നൊക്കെ ആയിരിക്കും വരിക. UDF വിജയിക്കുമ്പോൾ ആരായിരിക്കും വിജയശില്പി എന്ന വിഷയത്തെക്കുറിച്ച് തീർച്ചയായിട്ടും തർക്കം ഉണ്ടാവും. തർക്കം ഇപ്പം തന്നെയുണ്ട്. സതീശൻ്റെ അനുയായികൾ പല സ്ഥലങ്ങളിലും ഫ്ലെക്സ് വെച്ച് കഴിഞ്ഞു. ചെന്നിത്തലയുടെ ആരാധകർ ഇംഗ്ലീഷ് പത്രങ്ങളിലടക്കം ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. പ്രത്യേക പതിപ്പുകൾ തന്നെ ഇറക്കിക്കൊണ്ടിരിക്കുന്നു. KC വേണുഗോപാലിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകൻ പാലക്കാട് ഏമൂർ ഹേമാംബിക ക്ഷേത്രത്തിൽ കളഭം കൊണ്ട് തുലാഭാരം നേർന്നിരിക്കുകയാണ്. അങ്ങനെ പല പരിപാടികൾ നിങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരും. കുഞ്ഞാപ്പയുടെ ആരാധകർ എന്താ ചെയ്യാൻ പോകുന്നത് എനിക്കറിയില്ല. അപ്പോൾ ഏതായാലും ഇങ്ങനെ വിജയത്തിന് ഒരുപാട് പിതാക്കന്മാരുണ്ടായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ലെങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ, വെറും അഭിപ്രായമല്ല, എൻ്റെ സുചിന്തിതമായ അഭിപ്രായത്തിൽ കേരളത്തിൽ UDFനുണ്ടാകാൻ പോകുന്ന ചരിത്ര വിജയത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന ആൾ ആരാണെന്ന് ചോദിച്ചാൽ അത് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ കേരള ചക്രവർത്തി സഖാവ് പിണറായി വിജയനാണ്. അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യവും അദ്ദേഹത്തിൻ്റെ ധിക്കാരവും ജനകീയ പ്രശ്നങ്ങളെ തൃണവൽക്കരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മനോഭാവവും, അതിനുപരി ഈ റോമ കത്തേരിയുമ്പോൾ വീണ വായിച്ച നീറോയുടെ ഒരു ക്രൂരമായ മനസ്ഥിതിയും അത് കേരളത്തിലെ ഇടതുപക്ഷക്കാരെ അടക്കം വെറുപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സുകാരെക്കാളും ആത്മാർത്ഥമായിട്ട് കൈപ്പത്തിക്കും കോടിക്കും ഒക്കെ വോട്ട് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ ഇടതുപക്ഷക്കാരാണ്. CPMകാരും CPIക്കാരും അടക്കമുള്ള നല്ലൊരു ഭാഗം വോട്ടർമാർ, ഇടതുപക്ഷ പാർട്ടിയിൽ മെമ്പർമാർ, അനുയായികൾ, അനുഭാവികൾ, സഹയാത്രികർ, കാലാകാലങ്ങളായിട്ട് ഇടതുപക്ഷത്തിന് മാത്രം വോട്ട് ചെയ്ത് ശീലമായി പോയ ആളുകൾ, അവരിൽ വലിയൊരു വിഭാഗം ഇത്തവണ മാറി ചിന്തിച്ചിട്ടുണ്ട്. അത് ഇടതുപക്ഷത്തോടുള്ള എതിർപ്പൂടല്ല, ഇടതുപക്ഷ ആശയങ്ങളോടുള്ള എതിർപ്പൂടല്ല, മാർക്സിസ്റ്റ് പാർട്ടിയോ CPIയോ ഇവിടെ ഒരു വലിയ സാമൂഹ്യ വിപത്താണ് എന്ന് വിചാരിച്ചിട്ടുമല്ല. ഈ പിണറായി സഖാവിൻ്റെ ധാർഷ്ട്യവും ധിക്കാരവും ജനകീയ പ്രശ്നങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ അവഹേളനവും കണ്ട് മനസ്സുപെടുത്തിട്ടാണ്. ക്ഷേമ പെൻഷനുകൾ മുടങ്ങുന്ന സമയത്ത് അദ്ദേഹം നവകേരള യാത്ര നടത്തിയത്. പിന്നെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയും, ആഭരണക്കൊള്ളയിലേക്ക് പോട്ടെന്ന് വയ്ക്കും, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയും, അതുകൂടാതെ മുഖ്യൻ്റെയും മകളുടെയും മാസപ്പടി വിവാദവും, അതുപോലുള്ള 100,000 വിവാദങ്ങളുണ്ടായപ്പോഴും അദ്ദേഹത്തിൻ്റെ നിസ്സംഗത, ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല എന്ന ഒരു ചിന്താഗതി, ജനകീയ പ്രശ്നങ്ങൾക്ക് മറുപടി പറഞ്ഞാൽ പുള്ളിക്ക് എന്തെങ്കിലും തേമാനം സംഭവിക്കും എന്ന ചിന്താഗതി, പിന്നെ മറിയക്കുട്ടി പിച്ചപാത്രം എടുത്ത് വഴി നടക്കേണ്ടി വന്ന സാഹചര്യം, ഇതിനൊക്കെ ഉപരി ആശാപ്രവർത്തകരുടെ സമരത്തോട് അദ്ദേഹം കാണിച്ച ക്രൂരമായ നിസ്സംഗത, ഇതിനൊക്കെ കാലം കണക്ക് വച്ച ഒരു മറുപടിയാണ് മെയ് 4-ാം തീയതി രാവിലെ മുതൽക്ക് നമ്മുടെ ഇലക്ട്രോണിക് യന്ത്രത്തിൽ തെളിയാൻ പോകുന്നത്. ഇലക്ട്രോണിക് യന്ത്രത്തിൽ കൃത്രിമം നടത്തിയില്ലെങ്കിൽ ഈ നാട്ടിൽ UDF ജയിക്കും. ഇനി അഥവാ LDF ആണ് ജയിക്കുന്നതെങ്കിൽ യന്ത്രത്തിൽ കൃത്രിമം നടത്തി എന്ന കാര്യം നമുക്ക് ഏതാണ്ട് ഉറപ്പിച്ചെന്ന് പറയാം. അതിനുള്ള സാധ്യത വളരെ വിദൂരമാണ്. ഇലക്ട്രോണിക് യന്ത്രത്തെക്കുറിച്ച് എനിക്ക് ഇതുവരെ ഒരു പരാതിയില്ല. അതിൽ വരുന്ന ബഹുജന ഹിതം സത്യസന്ധമായ ഒന്നിനായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല.
ഈ വിജയത്തിൻ്റെ ശില്പി, യു ഡി എഫിൻ്റെ വമ്പിച്ച വിജയത്തിൻ്റെ ഒന്നാമത്തെ കാരണഭൂതരും വേറെ ആരുമല്ല, നമുക്ക് ഏവർക്ക് പ്രിയങ്കരനായ നമ്മുടെ കാരണഭൂതനാണ് സാക്ഷാൽ പിണറായി വിജയനാണ്. വി ഡി സതീശനെയോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയെയോ അതുമല്ലെങ്കിൽ കെ സി വേണുഗോപാലിനെയോ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെയോ കൊച്ചാക്കാൻ വേണ്ടി പറയുന്നതല്ല. ഈ വിജയത്തിൽ നിങ്ങളാരും അർഹിക്കുന്നതിനേക്കാൾ കൂടിയ ക്രെഡിറ്റ് നമ്മുടെ പ്രിയങ്കരനായ പിണറായി വിജയനുണ്ട്. ആ ചരിത്ര യാഥാർത്ഥ്യം ഒരുപക്ഷെ മെയ് 4 പറഞ്ഞാൽ ഇത്ര തന്നെ ശോഭിക്കില്ല എന്നുള്ളതോട് ഇപ്പോൾ പറയുകയാണ്. ഇത് കേട്ട എല്ലാവർക്കും നന്ദി. നല്ല നമസ്കാരം.